ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഹൈറ്റ് ഓപ്പണിങ് നോർമലി 210 കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് ചില കൺജഷൻ ഫീൽ ചെയ്യും. അവിടെ 240 ലെവലിലാണ് അതിൻ്റെ ബീം കൊടുത്ത് നമ്മൾ ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കൺസോൾ ഐറ്റംസാണ്. ലൈക്ക് ഫ്രിഡ്ജ് കൺസോളാണ്, അവൻ കൺസോൾ അവനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് അനുസരിച്ച് തന്നെയാണ് ഇൻറ്റീരിയറിൽ നമ്മൾ ആ കട്ടൗട്ട്സ് പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. വൈറ്റ് ഗ്രേ ഒരു വുഡൻ ലാമിനേറ്റ് ഒരു 3 തീമിലായിട്ടാണ് ഈ കിച്ചണും സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു മോഡുലാർ കിച്ചൺ എന്ന് തന്നെ പറയാം. കാരണം എല്ലാം പീസബിൾ ആണ്. ഈ കിച്ചണെ നമ്മൾ മോഡുലാർ എന്ന് പറയുമ്പോഴത്തേനും, മോഡുലാർ എന്ന് വെച്ചാൽ വളരെ സ്മോൾ മോളിക്യൂൾസ് വെച്ചിട്ട് അസംബിൾ ചെയ്തിരിക്കുന്നതാണ് മോഡുലാർ കിച്ചൺസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് ഏതൊരു ടൈം ഓഫ് മെയിൻ്റനൻസോ അല്ല എന്തൊരു കാര്യം വന്നാലും നമുക്കിത് എല്ലാം ഇൻഡിവിജ്വലി പീസസ് ആക്കാവുന്ന വിധത്തിൽ തന്നെയാണ് കിച്ചൻ്റെ വാർഡ്രോബ്സും ക്യാബിനറ്റും കൗണ്ടറും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 ടാൻഡം യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പുൾ ഔട്ട്സിൽ. വെർട്ടിക്കൽ പുൾ ഔട്ട്സിൽ ഓയില് മറ്റു കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള പുൾ ഔട്ട്സ് വന്നിട്ടുണ്ട്. ഒരു 16 പ്ലേറ്റ്സിൻ്റെ ഒരു ഡിഷ് വാഷർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോന്നിൻ്റെയും പ്രൊവിഷൻസും പോയിൻറ്റ്സും ഈവൻ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ആയാലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആക്സസറീസിൻ്റെ കൗണ്ടും അതിൻ്റെ പ്ലേസ്മെൻറ്റും അനുസരിച്ച് വേണം നമ്മൾ ഇലക്ട്രിക്കൽ സൈഡ് പ്ലാൻ ചെയ്ത് പോകാൻ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ ഡിഷ് വാഷറും അതിൻ്റെ പ്ലംബിംഗ് ലൈനും പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഒരു ബ്ലാക്ക് തീമിൽ വരുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സിങ്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ടാപ്പ് പില്ലർ ടാപ്പാണ്, പില്ലർ കോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിറ്റ്, നമുക്ക് ഏത് ഏരിയയിലും ആക്സസ് ചെയ്യാവുന്ന പോലെ. അതുപോലെ വെജിറ്റബിൾ ഡിഷുണ്ട്, വെജിറ്റബിൾ സെപ്പറേറ്റ് വാഷ് ചെയ്യാനായിട്ട്. ഈ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹൈ വിൻഡോ എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മൾ നോർമലി കൊടുക്കുന്ന വിൻഡോസ് ഒരു 1 മീറ്റർ ഹൈറ്റിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ ക്യാബിനറ്റ്സ് നമുക്ക് കട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഒരു 85 സെൻറ്റിമീറ്റർ നോമിനൽ ഹൈറ്റ് ഈ കൗണ്ടർ ടേബിളിന് കൺസിഡർ ചെയ്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഇൻ കേസ് നമുക്ക് പ്ലംബിംഗ് യൂണിറ്റ് ഇവിടുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു 45 സെൻറ്റിമീറ്ററാണ്. കാരണം നമുക്ക് 210 ഹൈറ്റിൽ നിന്ന് താഴേക്ക് ബോട്ടത്തിലേക്ക് ഒരു 50 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ക്യാബിനറ്റ്സിൻ്റെ ഹൈറ്റ് വേണ്ടത്. അപ്പോൾ അത് കിട്ടുന്ന വിധത്തിൽ കറക്റ്റ് പൊസിഷൻ പ്ലാൻ ചെയ്ത് ഒരു 45 to 50 സെൻറ്റിമീറ്ററിലാണ് ഈ വിൻഡോസിൻ്റെ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റ് ഇൻടേക്കും ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ഗ്രീനറി അപ്പിയറൻസിന് വേണ്ടി അതിൻ്റെ വെളിയിൽ നമ്മൾ കലാത്തിയിലൂട്ടിയ പ്ലാന്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കൽ കിച്ചൺസ് കാണുന്നതിൽ ഇതിനൊരു ഹൈലൈഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ലോഫ്റ്റാണ്. അതായത് മാക്സിമം ഏരിയ ഇവിടെ കവേർഡാണ്. അടിയിൽ നിന്ന് നമുക്ക് കൗണ്ടർ യൂണിറ്റ് വന്നു, അതിന് മുകളിലേക്ക് നമ്മൾ ടൈല് ക്ലാഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ വോൾ ക്യാബിനറ്റ്സ് വന്നിട്ടുണ്ട്. ക്യാബിനറ്റ്സിന് മുകളിലേക്ക് നമുക്ക് വോള് വിസിബിൾ അല്ലാത്ത വിധത്തിൽ ലോഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതും അക്രലിക് ഫിനിഷിലുള്ള ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു ഗ്രേ തീം വന്നേക്കുന്നതുകൊണ്ടാണ് കിച്ചന് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഹൈലൈഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന ഘടകം. ഈ പ്രൊജക്റ്റിലെ മാസ്റ്റർ ബെഡ്റൂമാണ് കറക്റ്റ് നോർത്ത് വെസ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. കമ്പാരിറ്റീവ്ലി ബിഗ് സ്പേസ് ആണ്, സ്പേഷ്യസ് ആൻഡ് ദ അതർ റൂംസ്. ഒരു 14-16 സൈസിലാണ് ഇതിൻ്റെ സ്പേസിങ് ലേഔട്ട് വന്നിട്ടുള്ളത്. ഫ്ലോറിങ്ങിലെ വുഡൻ പ്ലാങ്ക്സ് ആണ്, ഒരു ഓക്ക് വുഡ് തീം, ഗ്രേഷ് കളർ, 20x4 ഫീറ്റ് 120 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് വാഷ്റൂംസ് വന്നിട്ടുണ്ട്. വാർഡ്രോബ് ലോഫ്റ്റ് ചെയ്തൊരു വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റഡി ഏരിയ അതിനോട് തൊട്ട് മുകളിലായിട്ട് ഒരു ക്യാബിനറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ്, എല്ലാ ബെഡ്റൂംസിലും വന്നിട്ടുള്ള പോലെ ഇതിൻ്റെ ബേ വിൻഡോയാണ് കുഷൻ ചെയ്ത് ആർക്കിട്രേവ് കൊടുത്ത് ഒരു 1 സിംഗിൾ ലൈറ്റിംഗ് ആണ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 2-3 ലൈറ്റ്സ് ഒക്കെ മുകളിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. അത് കൊടുക്കാതെ സിംഗിൾ ലൈറ്റ് കൊടുത്ത്, അതും കോബിലേറ്റ് കൊടുത്ത് അതിൻ്റെ ലൈറ്റ് ഫോക്കസിങ് താഴേക്ക് കിട്ടി ബാക്കിയുള്ള ഏരിയ ഡാർക്ക് ആയിട്ടിരിക്കുമ്പോഴാണ് ആ ബേ വിൻഡോയ്ക്ക് ആ ഒരു എലഗൻസി, ഉദ്ദേശിക്കുന്ന ഒരു എലഗൻസി കിട്ടുക.
ഇത് ഈ പ്രോജക്റ്റിന്റെ ഒരു സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിന്റെ ഒരു തീം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എവിടെയും ഒരു ഹൈ ഇന്റൻസിറ്റി കൊടുക്കുന്ന ഒരു കളേഴ്സും ഇല്ല. ഒരു ഹൈ കോൺട്രാസ്റ്റ് ഡിഫറൻസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടേ ഇല്ല. ഒരു വൈറ്റ് ബീജ് തീമില് വിൻഡോസ് വൈറ്റ് ആണ്, വിൻഡോസിന്റെ ഫ്രെയിംസ് വൈറ്റ് ആണ്. അതുപോലെ കോട്ട്, ക്വിൽറ്റ്, ബേ വിൻഡോയുടെ കുഷീൻസ് എല്ലാം ഒരു ഹാർഡ് കോൺട്രാസ്റ്റ് ഡിഫറൻസ് വരാത്ത വിധത്തിൽ ചെയ്തു പോയിട്ടുള്ള. ഇതിനകത്തൊരു ഡാർക്ക് കളർ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇവൻ പ്ലാൻ സ്റ്റഡിയിൽ നിന്നായാലും ചിലപ്പം അവരെന്തെങ്കിലും ഒരു ഹാർഡ് എലമെന്റ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പിയറൻസ് ഇവിടെ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് യാർഡ് ഏരിയ ആണ്. നമ്മൾ എപ്പോഴും വീട് പണിയുന്ന സമയത്ത് ഫ്രണ്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണാണ് വരിക. അപ്പോൾ കിച്ചണോട് ചേർന്ന് ഈ സൈഡിലാണ് ഡൈനിങ് വരിക. ഇത് രണ്ടിൻ്റെ ഒരു കോമൺ സ്പേസിൽ ഇതേപോലെ ഒരു ബാക്ക് യാർഡ് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ ഇരിക്കാനുള്ള ഒരു പ്രൊവിഷനോട് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ റൂഫിംഗ് ഒന്നും കോൺക്രീറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള റൂഫ് ടൈലും സീലിംഗ് ടൈലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 റൗണ്ട് കോളംസും കൊടുത്ത് ഇതേപോലെ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈൽ വർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാറ്റേണും ഒരു ചെക്ക്, ഡയമണ്ട് ഡിസൈൻസ് ഒക്കെ നമുക്ക് ഫ്ലോറിങ്ങിന് കൊടുക്കാം. നല്ല എലഗന്റ് ആയിരിക്കും. സിറ്റൗട്ട് ചെറിയ സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് നല്ല വിഡ്ത്തിൽ, ഓൾമോസ്റ്റ് 8 ഫീറ്റ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗ്യാതറിങ് ടൈമിൽ ഒരുവിധം ആൾക്കാർക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ ക്ലയൻറ്റ് അത് പ്രത്യേകം പറഞ്ഞിരുന്നുകൊണ്ടാണ് അങ്ങനൊരു സ്പേസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു എക്സ്റ്റൻഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫ് നോക്കിയാൽ അറിയാം, ഓൾമോസ്റ്റ് 12 ഫീറ്റ് റൂഫ് ഏരിയ വരുന്നുണ്ട്. അതായത് സിറ്റൗട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു പെബിൾ സെറ്റ് എടുത്തിരിക്കുക അവിടെ, ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഏരിയ. അപ്പോൾ അത്രയും കൂടെ ഒരു വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിറ്റൗട്ടിൽ. പിന്നെ ഒരു റെഡ്, ഒരു ഗ്രീൻ ടെക്സ്ചറിലാണ് അതിൻ്റെ തീം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിങ് ഒരു പ്ലാങ്ക്സ് ആണ്, ഒരു റസ്റ്റിക് പ്ലാങ്ക് കൊടുത്ത് ഒരു റസ്റ്റിക് മൂഡിലാണ്. അതുപോലെ ഇപ്പം ഇലയൊക്കെ അവിടെ വീണ് കിടക്കുന്നതൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഫോട്ടോയിൽ വരുമ്പോൾ നല്ല ഫ്രെയിമാണ്. ഇതിൻ്റെ കയറി വരുന്ന അപ്രോച്ച് ഏരിയ നമ്മൾ സിറ്റൗട്ട് വെൽക്കം ചെയ്യുന്നു. ആ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ കോബിൾ സ്റ്റോൺ നമ്മളൊരു കർവി ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാർഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നോർമൽ ബാംഗ്ലൂർ സ്റ്റോണ്. 4 ഫീറ്റിന് ഇൻ്റർമീഡിയറ്റ് ഗ്യാപ്പിൽ നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ 2 സ്ട്രിപ്പ് കൊടുത്താണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോർഡറിങ്ങിൽ ഒരു കളർ കോൺട്രാസ്റ്റ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്ന പോലെ തന്നെയാണ് പോണ്ടിച്ചേരി പെബിൾസ് പ്ലേസ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്, നോർമൽ ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, പെൻസിൽ ബാമ്പു, ഗോൾഡൻ ബാമ്പു, അങ്ങനെയുള്ള കാര്യങ്ങൾ, കലാത്തിയ എല്ലാം തന്നെ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ കോബിൾ സ്റ്റോണിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ പോണ്ടിച്ചേരി പെബിൾസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റോണോ ഒക്കെ ആയിട്ട് ഒരു പാച്ചാക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ കോബിൾ കൊടുത്തു കഴിയുമ്പോൾ കോബിളിൻ്റെ ഒരു ഹൈലൈഷൻ നമുക്ക് കിട്ടാൻ വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനർ ടൈൽ എന്നൊക്കെ പറഞ്ഞ പോലെ കോബിള് നമ്മുടെ ഹാർഡ്സ്കേപ്പ് ഏരിയ, ലാൻഡ്സ്കേപ്പ് അല്ല ഹാർഡ്സ്കേപ്പ് ഏരിയ നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഇവിടെ അതുപോലെ മൊത്തത്തിൽ കൊടുക്കാതെ ഒരു റൗണ്ട് ഏരിയ, ഒരു ആർച്ച് ഷേപ്പിൽ കർവി ആയിട്ടാണ് നമ്മൾ ആ ഹൈലൈഷൻ കൊടുത്തിട്ടുള്ള കോബിൾ ഉപയോഗിച്ച്. കയറി വരുന്ന മെയിൻ ഗേറ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ പെൻസിൽ ബാമ്പു കൊടുത്തിട്ടുണ്ട്. ആ പെൻസിൽ ബാമ്പു നിൽക്കുന്നുണ്ട്. ആ ബൗണ്ടറി വാളിൻ്റെ ഒരു സിമെന്റേനിയസ് അപ്പിയറൻസ് അവിടെ ഉണ്ടാകാതിരിക്കുന്നുണ്ട്. അതുപോലെ കയറി വരുന്ന ഒരു റൈറ്റ് സൈഡിൽ ഒരു റിട്ടേണിംഗ് വാൾ കൊടുത്തിട്ട് നാച്ചുറൽ ബ്രിക്കിൻ്റെ ക്ലാഡിങ് വർക്ക് കൊടുത്തിരിക്കുന്നതും ഒരു നല്ല ഹൈലൈഷനാണ്. സിറ്റൗണിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോണിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് ഗോൾഡൻ അരളിയ എന്ന് പറയുന്ന വളരെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്.
അത് നല്ലൊരു ഹൈലൈഷൻ വന്നിട്ടുണ്ട്.